ഭൂതാന്ന് എന്താണ് ഈ ഒരു സാഹചര്യം പറയാനുള്ളത്? നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എടാ ആളില്ല, എന്തിനത്ര കച്ചറ കൊച്ചുണ്ട്. എന്താ പറയാ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞങ്ങൾ മലപ്പുറത്തിന്റെ ചങ്ക. ഞാൻ ഇറങ്ങിയതിന് ശേഷം 100 ദിവസത്തിന് ശേഷമാണ് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ഫോൺ കയ്യിൽ കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ എന്താ പറയാ സന്തോഷമൊക്കെ ഞാൻ കാണാനിടയായത്. അത് കണ്ടപ്പോൾ അതിയായ സന്തോഷം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഒരിക്കലും പക്ഷെ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരാണ്. പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു എന്നേക്കാളേറെ ബിഗ് ബോസ് മെറ്റീരിയൽ ഇവളാ തോന്നിട്ട്. ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ ജേർണി ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. എല്ലാവരും കണ്ടു. അങ്ങോട്ടേക്ക് ഒരു കേക്ക് മുറിക്കാം. എന്താ പറയുക, സന്തോഷത്തിന് മറുപടി എനിക്ക് പറയാൻ കിട്ടുന്നില്ല, വാർത്തകൾ കിട്ടുന്നില്ല. എനിക്കറിയാം, ലവ് യു. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. സന്തോഷം.
ചേട്ടാ ഈ എയർപോർട്ടിൽ നിന്ന് പോവോ? ഹായ് 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 എന്താണ് കാണാം ഹായ് എന്റെ മാത്രമല്ല നമ്മളെ എപ്പോഴും മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അനുമോള് ഡിസേർവിംഗ് ആണ്. അർഹതപ്പെട്ടവർക്ക് എന്തായാലും വന്നു ചേരും. PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധി വരെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലർ യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് ഇതിന് ശേഷം, ഇതൊന്നും അറിയാത്ത എനിക്ക് ഇതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, വലിയ വലിയ രാജ്യത്തെ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും അമേരിക്കയിൽ നിന്ന് വരെയുള്ള PR-കളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ. എന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കോടാനുകോടികൾ കൊടുത്തിട്ട് PR വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ന്യൂസിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളത്. അമേരിക്കൻ കമ്പനികളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ, ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും എന്തായാലും അത്തരം രാഷ്ട്രീയ മേഖലയിൽ പോലും ഈ PR വർക്കുകൾ ഈ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു വലിയൊരു മറ്റേ റിയാലിറ്റി ഷോയിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല. പിന്നീട് പറയല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. PR എന്ന് പറഞ്ഞ സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 15 വർഷം ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എനിക്ക് ഈ ഒരു ബിഗ് ബോസിന് കിട്ടും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല.